ജഗദീഷ് എന്ന നടൻ നായകതുല്യമായ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയ വർഷമായിരുന്നു 1991. അതിനെക്കുറിച്ച് നമ്മൾ ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1992 92 എന്നൊരു വർഷത്തെ ജഗദീഷിന്റെ സിനിമകളെ കുറിച്ചാണ്. Upgrade your vibe, yeah. Aura cleaning Thrissur. ഇതിൽ ആദ്യത്തെ സിനിമ വെൽക്കം ടു കൊടൈക്കനാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. കാരണം അതിലെ പാട്ടുകളും എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. ജഗദീഷ് എന്നൊരു നടനോട് എനിക്ക് ആ ഒരു കുട്ടിക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു സിനിമയായിരുന്നു വെൽക്കം ടു കൊടൈക്കനാൽ. അതന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടൊരു സിനിമ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ്. രാഗം തിയേറ്ററിൽ ആ കാലഘട്ടങ്ങളിൽ 91 92 സമയങ്ങളിലൊക്കെ കുറെ കാലം 90s 98 വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് രാവിലെ മോർണിംഗ് ഷോയും നൂൺ ഷോയും ഉണ്ടാവും. അത് സ്റ്റാർ പടങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 5 ഷോ ഉണ്ടാവും. രാവിലെ 9:30 12:30, അങ്ങനെ രാത്രി 9 ഉണ്ടാവും. ചില സമയങ്ങളിലൊക്കെ 2 സിനിമകൾ അവിടെ ഉണ്ടാവും. ഒരു സിനിമ മോർണിംഗ് ഷോ നൂൺ ഷോ, മറ്റത് മാറ്റ്നി ഒക്കെ വേറെ സിനിമകൾ. അതേപോലെ ഈ വെൽക്കം ടു കൊടൈക്കനാൽ അന്ന് രാഗത്തിൽ റിലീസ് ചെയ്തത് 2 ഷോ വെച്ചായിരുന്നു. പിന്നെ അത് എനിക്ക് തോന്നുന്നു എത്ര കാലം ഓടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അന്ന് മോർണിംഗ് ഷോ ആണ് ഞാൻ ആ സിനിമ പോയി കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പാട്ടുകൾ, സ്വയം മറന്നുപോ എന്നുള്ള ഒരു പാട്ടും, മഞ്ഞത്തുള്ളികൾ, കുറെ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു ജഗദീഷ് എന്ന നടൻ ഒരു സീരിയസ് ഒരു വേഷം, കോമഡി മാത്രമല്ല കുറച്ചൊരു ഇമോഷണൽ എന്നുള്ള രീതിയിൽ ഒരു നായകനായിട്ട് തിളങ്ങിയ ഒരു സിനിമ. അവിടെ നിന്നായിരുന്നു തോന്നുന്നു ജഗദീഷിന്റെ ഒരു തുടക്കം. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സിനിമയും കൂടിയായിരുന്നു അത് വെൽക്കം ടു കൊടൈക്കനാൽ. അടുത്ത സിനിമ വിജയ് തമ്പിയുടെ സിനിമയാണ് തിരുത്തൽവാദി. വെൽക്കം ടു കൊടൈക്കനാൽ അനിൽ ബാബു ആയിരുന്നു. അനിൽ ബാബുവിന്റെ സിനിമകൾ ജഗദീഷിനെ വെച്ച് ഓൾമോസ്റ്റ് അവർ ഒരു 7ഓളം സിനിമകൾ ജഗദീഷ് അതിൽ നായകനോ അല്ലെങ്കിൽ നായക പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സംവിധായകനാണ് വിജയ് തമ്പി. ഈ തിരുത്തൽവാദി നല്ല രസമുള്ള ഒരു സിനിമയാണ്. അതിൽ ശരിക്ക് സിദ്ദിഖ് ജഗദീഷ് രണ്ടുപേരും ഉണ്ട്. സിദ്ദിഖും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. കാരണം നായക തുല്യമായിട്ടുള്ള സിദ്ദിഖ് ഒരു സീരിയസ് വേഷം, ജഗദീഷ് കുറച്ചൊരു കോമഡിയൊക്കെയാണ്. രണ്ടുപേർക്കും നായകന്മാരുണ്ട്, രണ്ടുപേർക്കും സെപ്പറേറ്റ് സോങ്സ് ഉണ്ട്. ഇവരുടെ ഒരു കോംബോ വല്ലാത്തൊരു കോംബോ ആയിരുന്നു സിദ്ദിഖ് ജഗദീഷ് കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ തിരുത്തൽവാദിയില് ജഗദീഷിന് ഒരു ഇൻട്രോ സീനൊക്കെ ഉണ്ട്. അതിൽ ജഗദീഷ് ഒരു അങ്ങാടിയിലെ ജയന്റെ പോലത്തെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഒക്കെ പറഞ്ഞ് പിന്നെയാണ് മനസ്സിലാവുന്നത് അതൊരു സീരിയൽ ഷൂട്ടിംഗ് ആണ്. അത്തരത്തിലുള്ള ഒരു സീനൊക്കെ ആയിരുന്നു ജഗദീഷിന് കൊടുത്തിരുന്നത്. എന്തായാലും നല്ല ഒരു സിനിമയായിരുന്നു, ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു. ജഗദീഷ് പൂണ്ടുവിളയായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു തിരുത്തൽവാദി. അടുത്ത സിനിമ പ്രിയപ്പെട്ട കുക്കു. സുനിൽ എന്ന ഡയറക്ടർ. ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് സുനില് മാനത്തെ കൊട്ടാരവും അതുപോലെ ബാബുവിനെ വെച്ചിട്ടുള്ള കുറെ നല്ല അടിപൊളി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട കുക്കു അന്ന് ഭയങ്കര ഹിറ്റാണ്. എന്റെ മനസ്സിൽ പെട്ടെന്ന് പ്രിയപ്പെട്ട കുക്കു എന്ന് പറയുമ്പോൾ വരുന്നത് അതിലെ പാട്ട് തന്നെയാണ്. അതിലെ വാ കുക്കുവ എന്ന് പറയുന്ന ഒരു പാട്ട്, അതിലും സിദ്ദിഖുണ്ട്. പക്ഷെ ജഗദീഷാണ് അതിലെ നായകനായിട്ട്. എനിക്ക് ഈ അടുത്ത് ജോണി ആന്റണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സുനിൽ എന്ന ഡയറക്ടർ അന്ന് ഈ ഒരു ജഗദീഷ് സിദ്ദിഖിനൊക്കെ വെച്ചൊരു ഹിറ്റ് കൊടുത്തത് ആദ്യ സിനിമ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തന്നെയാണ് പ്രിയപ്പെട്ട കുക്കു. സുനിൽ എന്ന ഡയറക്ടർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ ഒരു ഹിറ്റ് കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ ജോണി ആന്റണിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇതുപോലെ ചെറിയ ഒരു മമ്മൂട്ടി, മോഹൻലാൽ പോലത്തെ സൂപ്പർ താരങ്ങളല്ലാത്തവർ വെച്ച് സിനിമകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ ചെയ്ത് ഹിറ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആയിരുന്നു അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് എന്നൊക്കെ ജോണി ആന്റണി ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജോണി ആന്റണി സുനിലിന്റെയും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കുറെ പേരുടെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, ജോണി ആന്റണി അസിസ്റ്റന്റും അസോസിയേറ്റ് ആയിട്ടൊക്കെ. എന്തായാലും പ്രിയപ്പെട്ട കുക്കും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അടുത്തത് സാജൻ എന്ന ഡയറക്ടറുടെ സിനിമയാണ്. റാഫി മെക്കാട്ടിന് എഴുതിയ സിനിമ. റാഫി മെക്കാട്ടിന്റെ ഒക്കെ തുടക്കകാലത്തുള്ള സിനിമകളിലെ ഒരു സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ്. അത് അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിലും സിദ്ദിഖും ജഗദീഷും തന്നെയാണ്. ആ ഒരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഒരു രണ്ടുപേരും പഴയ സുഹൃത്തുക്കളാണ്. പിന്നീട് അവർ കുറെ നാളുകൾക്ക് ശേഷം അടുത്തടുത്ത വീടുകൾ താമസിക്കാൻ വരുന്നു. ഇവരുടെ ഭാര്യമാര് തമ്മിൽ ശത്രുക്കളാണ്. അങ്ങനെ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. അതിലും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് സിദ്ദിഖിനും ജഗദീഷിനും. എന്തായാലും ആ സിനിമയും അന്ന് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. റാഫി മെക്കാട്ടിനൊക്കെ അവിടെ നിന്നാണ് അവരുടെയൊക്കെ ഒരു ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത്. പിന്നീട് വലിയൊരു സ്റ്റാർ പടങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇത്തരത്തിലുള്ള ചെറിയ സിനിമകളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടാണ്. പിന്നീട് രാജസേന്റെ ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. രാജസേന്റെയും സിദ്ദിഖ് ലാലിന്റെ ഒക്കെ കൂടെയൊക്കെ ഈ റാഫി മെക്കാട്ടിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും മിസ്റ്റർ ആൻഡ് മിസ്സസും ജഗദീഷിന് നായകൻ എന്ന രീതിയിൽ നന്നോണം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അടുത്ത സിനിമ പൊന്നാരം തോട്ടത്തെ രാജാവ്. അതിൽ ജഗദീഷും ഉർവശിയും നായകന്മാരായിട്ടുള്ള സിനിമയാണ്. സുരേഷ് ഗോപി അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ നായകൻ ജഗദീഷാണ്. അനിൽ ബാബു ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. അത് പക്ഷെ ഒരു സീരിയസ് സിനിമയാണ്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ വലിയൊരു ഹിറ്റല്ല. പിന്നെ അന്ന് ഇവരുടെയൊക്കെ സിനിമകൾ, ജഗദീഷ് സിദ്ദിഖിന്റെ ഒക്കെ സിനിമകളൊക്കെ 15 ലക്ഷം 18 ലക്ഷം ഈ ഒരു ബഡ്ജറ്റിലാണ്. അന്ന് മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ 40 50 60 ആ റേഞ്ചിലൊക്കെ ബഡ്ജറ്റിലൊക്കെ സിനിമ ചെയ്യുമ്പോൾ, അതായത് കിലുക്കം സിനിമ അന്നത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. 60 ലക്ഷം. അത് തൊട്ട് താഴെ 50 ലക്ഷത്തിനൊക്കെയാണ് ഒരു മമ്മൂട്ടി പടം ഒക്കെ മോഹൻലാൽ പടം ഒക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് ജഗദീഷിനൊക്കെ ഒരു 20 ലക്ഷത്തിന് താഴെ തീർക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മിക്ക പടങ്ങളും എങ്ങനെയെങ്കിലൊക്കെ ലാഭമായി പോയിരുന്നു. ചിലത് ഭയങ്കര ലാഭം കിട്ടും.
പക്ഷേ ഈ പൊന്നാരനോട്ടത്തെ രാജാവ് എനിക്കൊന്ന് ഒരു ആവറേജ് ഒക്കെ പോയൊരു സിനിമയാണ്. അത് കുറച്ചൊരു സെന്റിമെന്റ് ആണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. എന്റെ ഒരു ഓർമ്മയിൽ ഇതിൽ രണ്ടുപേരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഇവര് ജഗദീഷ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ജഗദീഷ് ഭാര്യ ഉർവശി, ഇവർക്ക് ഒരു മകളുണ്ട്. മകൾക്ക് എന്തോ ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നു. അവസാനം മകൾ മരിക്കുന്നതോ അങ്ങനെ എന്തോ എനിക്ക് ഇപ്പൊ കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഒരു മെന്റൽ പടമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ജഗദീഷിന്റെ ഒക്കെ കോമഡി കാണാനാണ് നമുക്കൊക്കെ ഇഷ്ടം. പക്ഷെ ഇത് എനിക്ക് അന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ ഒരു സിനിമ, പൊന്നാരൻതോട്ടത്തെ രാജാവ്. അടുത്ത സിനിമ പണ്ട് പണ്ടൊരു രാജകുമാരി, വിജയ് തമ്പി ഡയറക്ട് ചെയ്തൊരു സിനിമ. അതിൽ ജഗദീഷ്, അഞ്ജു ഇവരാണ് പ്രധാന വേഷം. പിന്നെ നെടുമുടി വേണു. അത് നെടുമുടി വേണു പറഞ്ഞ ഒരു ത്രെഡ് എന്നാണ്, ചെറിയൊരു ഐഡിയ എന്നാണ് ആ ഒരു സിനിമ അതിന്റെ ഒരു കഥ ഉണ്ടായതെന്നൊക്കെ വിജയ് തമ്പി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയും അന്ന് അങ്ങനെ വിചാരിച്ച പോലെ വിജയിച്ചിട്ടുള്ള ഒരു സിനിമയല്ല. ഒരു ഓണം സീസൺ ആണെന്ന് തോന്നുന്നു. 1992 ഓണം സീസണിലാണ് ആ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അന്ന് വേറെ കുറെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ വിജയിച്ചിട്ട ഒരു സിനിമയല്ല പണ്ട് പണ്ട് ഒരു രാജകുമാരി. എങ്കിലും ജഗദീഷ് ഒരു നായകതുല്യമായിട്ടുള്ള ഒരു റോള് തന്നെയായിരുന്നു. അടുത്തത് മുഖമുദ്ര. ഈ സിനിമ ശരിക്കും ജഗദീഷ് അല്ല നായകൻ, അതിൽ തിലകനാണ്. തിലകൻ ഡബിൾ റോള്. ആ ഒരു സിനിമ അന്ന് അത്യാവശ്യം ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ജഗദീഷും സിദ്ദിഖും രണ്ടുപേരും ഉണ്ട്. പക്ഷെ തിലകൻ ട്വിൻസ് ആണ്. ഒരാൾ കള്ളൻ, ഒരാൾ പോലീസ്, അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. നിങ്ങൾ പലരോ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് കുറെ ടിവിയിലൊക്കെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. തിയേറ്ററിലൊന്നും പോയി കണ്ടിട്ടില്ല, ടിവിയിലൊക്കെ വന്നപ്പോൾ ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് മുഖമുദ്ര. ജഗദീഷിന് അതിൽ നല്ലൊരു വേഷം, കുറച്ചൊരു ഹ്യൂമർ സാധനമായിരുന്നു. ഒരു നായകൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി. അടുത്ത സിനിമ ശ്രീനിവാസൻ നായകനായ ഒരു സിനിമയാണ്. അതിൽ ജഗദീഷ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ഒരു കൊച്ചു ഭൂമിക്കുലുക്കം. അതിൽ ശ്രീനിവാസൻ, സിദ്ദിഖ്, മോണീഷ, അത് വലിയ ഒരു ശോഭന, വലിയ സ്റ്റാർ കാസ്റ്റ് ആണ് ആ സിനിമയിലുള്ളത്. ആ സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ കാണാത്തോണ്ടെങ്കിൽ കാണാൻ നല്ല രസമുള്ള സിനിമയാണ്. ഞാൻ അതിന്റെ കഥയിലേക്ക് കിടക്കുന്നില്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിൽ കുറെ തമാശ ഉണ്ട്. ഇതില് ജഗദീഷ് ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്. ശ്രീനിവാസന്റെ പഴയ സുഹൃത്താണ്. അങ്ങനെ ഇതിലൂടെ ശ്രീനിവാസന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സഹായിക്കാൻ വരുന്ന ഒരു കഥാപാത്രമൊക്കെ ആയിട്ടാണ്. ഒരു ക്യാരക്ടർ റോളാണ് അതിൽ. പക്ഷെ നല്ല രീതിയിൽ ജഗദീഷ് അത് ചെയ്തതായിട്ട് കുറച്ച് സീൻസ് ഒക്കെ എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇപ്പൊ കണ്ടിട്ട് കുറെ കാലമായി. എന്തായാലും നായകൻ എന്ന രീതിയിൽ ശ്രീനിവാസന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഒരു കൊച്ചു ഭൂമിക്കുലുക്കം. ജഗദീഷിന് അതിൽ നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്തു എന്ന് പറയാം. അടുത്തത് TS സുരേഷ് ബാബുവിന്റെ പടം മാന്യന്മാർ. നല്ല രസമുള്ള സിനിമയാണ്. അതിൽ മുകേഷും ശ്രീനിവാസനുമാണ്. ജഗദീഷ് അതിലൊരു പോലീസുകാരനായിട്ടാണ് വരുന്നത്. പക്ഷെ ജഗദീഷ് നല്ല രീതിയിൽ രസകരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ അത്യാവശ്യം ഓടി സിനിമയായിരുന്നു. എനിക്ക് സുരേഷ് ബാബുവിന്റെ സിനിമകളിൽ കോട്ടയം കുഞ്ഞച്ചനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല സിനിമകളുണ്ടല്ലോ, കോട്ടയം കുഞ്ഞച്ചന്റെ പോലത്തെ പാറ്റേൺ അദ്ദേഹം കുറെ സിനിമകൾ പിന്നീട് കിഴക്കൻ പത്രോസ് പോലെ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മാന്യന്മാർ. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് അപ്പുറത്തിന്റെ പേര് മറന്നുപോയി. ഇവരെല്ലാരും കൂടിയുള്ള ജയറാമും ബാബു ആന്റണിയും സുകുമാരനും ജഗദീഷും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അത് അത്തരത്തിലുള്ള കുറച്ച് രസകരമായിട്ടുള്ള ഒരു ഫൺ മൂഡിലുള്ള സിനിമയാണ്. മാന്യന്മാർ കുറച്ച് ഹെവി സാധനങ്ങളൊക്കെ ഉണ്ട്. അവസാനം പോകുമ്പോൾ കുറെ ത്രില്ലർ ഒരു എലിമെന്റിലോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നല്ല രസമുള്ള സിനിമയായിരുന്നത്. തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ഇറങ്ങിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. കുറെ കാലം രാഗത്തിൽ അത് ഓടിയിട്ടുണ്ട്. പിന്നെ ഒരു കാസറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ ഓടി തേടി പിടിച്ച് കാസറ്റ് എടുത്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോഴും അതിലെ പല സീൻസും ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. മാന്യന്മാർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കണ്ടവരുണ്ടെങ്കിൽ ആ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ പറയണം. അടുത്തത് മക്കൾ മഹാത്മ്യം. സിദ്ദിഖ് ലാലിന്റെ കഥയാണ്. സിദ്ദിഖ് ലാലിന്റെ അസോസിയേറ്റ് ആയിരുന്ന പോൾസൺ അദ്ദേഹമാണ് ആ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ശരിക്കും ജഗദീഷ് നായകനല്ല, പക്ഷെ ആ സിനിമയിൽ ജഗദീഷ് തകർത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ഇന്നസെന്റ് രണ്ട് ഭാര്യമാരുടെ മക്കൾ, അല്ല ഒന്ന് മുകേഷ്, മറ്റേതൊന്ന് സായികുമാർ, ഇങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ഇന്നസെന്റ് രണ്ട് ഭാര്യമാര്, ആ രണ്ട് ഭാര്യമാരിലെ ഓരോ മക്കള് സായികുമാറും മുകേഷും. പിന്നെ സായികുമാറിന് ഒരു പെങ്ങളുണ്ട്. ഇവരുടെ ഒരു ഫ്രണ്ടാണ്, മുകേഷിന്റെ ഒരു ഫ്രണ്ടായിട്ടാണ് അതില് ജഗദീഷ് അഭിനയിച്ചിരിക്കുന്നത്. അതൊരു ഓട്ടോ ഡ്രൈവറാണ്. ആ ഒരു സിനിമ എനിക്ക് ഇപ്പോഴും ഓർമ്മ. ജഗദീഷിന്റെ ഓട്ടോറിക്ഷയില് ഈ പാവം പൊയ്ക്കോട്ടെ എന്ന ഓട്ടോന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു രംഗമാണ് എന്റെ മനസ്സിൽ ഓർമ്മയുള്ളത്. നല്ല രസമുള്ള ഒരു ക്യാരക്ടർ. അതൊരു കൂട്ടുകാരൻ എന്നുള്ള രീതിയാണ്. മുകേഷ് ജഗദീഷ് കോംബോ ഒരു പ്രത്യേക രസമാണ് നമ്മൾ ഗോഡ് ഫാദറിലൊക്കെ കണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സിദ്ദിഖ് ലാലിന്റെ കൂടി സ്ക്രിപ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഈ മുകേഷ് ജഗദീഷ് സിദ്ദിഖ് ലാലിന്റെ സിനിമകൾ വരുമ്പോൾ വേറൊരു വൈബാണ്. അത് ഗോഡ് ഫാദർ ആയിക്കോട്ടെ, ഹിറ്റ്ലർ ആയിക്കോട്ടെ, ഇപ്പൊ ഈ ഒരു സിനിമ ആയിക്കോട്ടെ, നല്ല രസമുള്ള ഒരു കോംബോ ആണ് അവരുടെ. നല്ല രസമുള്ള സിനിമയാണ് മക്കൾ മഹാത്മ്യം. ഞാൻ ആ സിനിമ ടിവിയിലാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് ദൂരദർശനിൽ ഒരു ദിവസം വൈകിട്ട് വന്നു, ഞായറാഴ്ച. അന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും അതിന്റെ സീൻസ് ഒക്കെ കാണാറുണ്ട്. അടുത്ത സിനിമ അനിൽ ബാബുവിന്റെ സിനിമയാണ് മാന്ത്രിക ചെപ്പ്. അതിൽ സിദ്ദിഖ് ജഗദീഷ് ഈ ഒരു കോംബോ നല്ല രസമുള്ള സിനിമയാണ്. ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. അവര് രണ്ടുപേരും ഒരു വീഡിയോ ലൈബ്രറി നടത്തുന്നതും പിന്നീട് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ശരിക്കും ഒരു ത്രില്ലർ മൂഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിനിമയാണ്. ഇത് നല്ല രസകരമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമയാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ആ സിനിമ പലപ്പോഴും കാണാറുണ്ട്. അതിൽ സായികുമാർ ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്.
പിന്നെ ഋഷഭാവ. പിന്നെ ഋഷഭാവ പിന്നെ ഇത്തരത്തിലുള്ള കുറെ സിനിമകളുണ്ടല്ലോ, ഇവരുടെയൊക്കെ സിനിമയിൽ മിക്കവാറും ഒരു വില്ലനായിട്ടൊക്കെ ഋഷഭാവ വരും. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് മാന്ത്രിക ചെപ്പ്. അടുത്ത സിനിമ കുണുക്കിട്ട കോഴി, വിജി തമ്പിയുടെ സിനിമയാണ്. ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതില് ജഗദീഷും സിദ്ദിഖും വീണ്ടും, ഞാൻ നേരത്തെ തിരുത്തൽവാദി സിനിമയെ കുറിച്ച് പറഞ്ഞ പോലെ ഇതില് ജഗദീഷിനാണ് കോമഡി, സിദ്ദിഖ് ഒരു സീരിയസ് റോളാണ്. പക്ഷെ ജഗദീഷും പൂണ്ട് വിളയാടാണ്. സിദ്ദിഖ് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ല രസമുള്ള സിനിമയാണ്. ഇതില് സിദ്ദിഖും ജഗദീഷും, അതില് ജഗദീഷ് ശ്രീകും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഇതില് ഒരു ആൾമാറാട്ട കഥകളൊക്കെയാണ്, നിങ്ങൾ പലരും സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ ജഗദീഷ് അങ്ങ് പൂണ്ട് വിളയാടാണ് ആ ഒരു സിനിമയിൽ, കുണുക്കിട്ട കോഴിയില്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് ഇതില്. ഇവരൊരു ആൾമാറാട്ടമാണ്. ഇതിൽ പാർവതിയുടെ ശരിക്കുള്ള ഭർത്താവ് സിദ്ദിഖാണ്, പക്ഷെ ജഗദീഷ് ആണെന്ന് പാർവതിയുടെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതും രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന ഒരു ശീലമുണ്ട് സിദ്ദിഖിനെന്നും പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ജഗദീഷ് ശ്രീകുമാറാണ് ചില സീൻസിലേക്ക് ഇവരെ കട്ടൊക്കെ സ്കോർ ചെയ്തിട്ടുള്ളത്. ജഗദീഷ് ശ്രീകുമാർ കാര്യസ്ഥനാണ്, അതിലെ എന്തോ ഒരു അമ്മാവനാണ്, ഞാൻ പേര് മറന്നു, കുറെ കളരി അറിയാം, വൈദ്യം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഫിലോമിന മുത്തശ്ശിയായിട്ട് നല്ല രസമുള്ള ഒരു സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതില് KPSC സണ്ണിയാണ് വില്ലനായിട്ട് വരുന്നത്. KPSC സണ്ണിയൊക്കെ വില്ലനായിട്ട് വരുന്ന ചില സീൻസ് ഒക്കെ എനിക്ക് നല്ല അവസാനം ഒരു ഫൈറ്റ്, പൊതുവെ സ്വഭാവമായിരിക്കും, ഇതിൽ KPSC സണ്ണിയാണ് ആ ഒരു വേഷം ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ കാസർഗോഡ് കാതർബായി, 91 തന്നെ ഹിറ്റായ മിമിക്സ് പരേഡിന്റെ സെക്കൻഡ് പാർട്ട്. മിമിക്സ് പരേഡ് പോലത്തെ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയില്ല, പക്ഷെ എങ്കിലും അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു കാസർഗോഡ് കാതർബായി. അതിൽ പിന്നെ ഒരു കൂട്ടക്കളിയാണ്, ജഗദീഷും സിദ്ദിഖും സൈനുദ്ദീനും ഇവരെല്ലാരും കൂടിയിട്ടുള്ള ഒരു കൂട്ടക്കളി സംഭവം തന്നെയാണ്. നല്ല രസമുള്ള ഒരു സിനിമയാണ് കാസർഗോഡ് കാതർബായി. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജോസ് തിയേറ്ററാണ്. അല്ല, ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, കാരണം അന്ന് ആ സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ അന്ന് വീട്ടുകാരുടെ കൂടെ ആ സിനിമയ്ക്ക് പകരം രാഗം തിയേറ്ററിൽ അന്ന് റഹ്മാന്റെ ഒരു സിനിമ, അപാരതയാണെന്ന് തോന്നുന്നു, റഹ്മാന്റെ IV ശശിയുടെ സിനിമ, ആ സിനിമയാണ് അന്ന് കാണാൻ പോയിട്ടുള്ളത്. കാസർഗോഡ് പോയി പിന്നീട് കാസറ്റ് ഇറങ്ങിയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് ഫാമിലി ഓഡിയൻസ് അപാരതയ്ക്കും യൂത്ത് ഒക്കെ കാസർഗോഡ് കാതർബായിക്ക്. പക്ഷെ അപാരതയെക്കാട്ടും കൂടുതൽ പിന്നീട് ലോങ് റണ്ണിൽ ഓടിയത് കാസർഗോഡ് കാതർബായി തന്നെയാണെന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. നിങ്ങൾ എന്തായാലും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർമ്മകളൊന്ന് പറയണം. അടുത്ത സിനിമ വീണ്ടും ജഗദീഷ് തന്നെ നായകനായിട്ട് സിനിമയാണ്. സിദ്ദിഖൊക്കെ ഉണ്ട് അതിൽ, പക്ഷെ ജഗദീഷ് ഒരു ഡബിൾ റോള് ചെയ്ത ഒരു സിനിമയാണ് കള്ളൻ കപ്പലിൽ തന്നെ. അത് ഞാൻ പണ്ട് കുറെ കണ്ടിട്ടുണ്ട്, എനിക്കത് കുറെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഇവരെ കുറെ വാടകയ്ക്ക് ഒരു വീട്ടില്, ഒരു ബ്രാഹ്മിൺ ഫാമിലിയുടെ വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നതും പിന്നീട് അവിടെ ഉള്ള പെൺകുട്ടിയായിട്ട് പ്രണയമാവുന്നതും, അതില് സിദ്ദിഖ് ഉണ്ട്, മാധു ഉണ്ട്, സുചിത്ര ഉണ്ട്, കുറെ പേരുണ്ട്. അതിന്റെ അവസാനം ജഗദീഷിന്റെ ഒരു ട്വിൻ ബ്രദർ ഒരു കളരി അഭ്യാസി വരുന്നതോ, അങ്ങനെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് പ്രശാന്ത്. എനിക്ക് തോന്നുന്നു പ്രശാന്ത് എന്ന് പറയുന്നത് തേവലക്കര ചെല്ലപ്പൻ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്തെ ഫേമസ് അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം പേര് മാറ്റി പ്രശാന്ത് എന്ന പേരിൽ കുറച്ച് സിനിമകൾ, അത് കൂടുതലും ഇവരൊക്കെ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിദ്ദിഖും ജഗദീഷ് കോംബോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, അത്യാവശ്യം ഓടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കള്ളങ്കപ്പലിൽ തന്നെ. അടുത്തത് ഗൃഹപ്രവേശം. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ജഗദീഷ് തന്നെയാണ് നായകൻ, സിദ്ദിഖും അങ്ങനെ വേറെ കുറെ പേരൊക്കെ ഉണ്ട് ആ സിനിമയില്. പക്ഷെ അതൊരു സീരിയസ് കഥയാണ്. ഒരു ആള് മാറി കല്യാണം കഴിക്കുന്ന, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടൊന്ന് ആള് മാറി കല്യാണം, അതെനിക്കൊന്ന് എവിടെയോ നടന്നൊരു കഥയാണോ ഞാൻ മറന്നു, എവിടെയോ ഞാൻ വായിച്ചൊരു ഓർമ്മയുണ്ട്. എങ്കിലും അങ്ങനെ ഒരു സാധാരണ വീട്ടിലെ ഒരു പ്യൂണായ ജഗദീഷ് കാശിലുള്ള വീട്ടിലെ തിലകന്റെ മകൾ രേഖേനെ ആള് മാറി കല്യാണം കഴിക്കുന്നതും കുടുംബത്തിലെ കുറച്ച് ഇവരുടെ പ്രശ്നമാണ്. അതൊരു സീരിയസ് സിനിമയാണ്. എനിക്ക് ആ സിനിമ അങ്ങനെ അധികം ഞാൻ റിപ്പീറ്റ് കാണിക്കുകയോ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം അതൊരു ജഗദീഷ് ഈ പാവത്താനായിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് വേഷം ചെയ്യുന്നത്, കുറെ ബുദ്ധിമുട്ടുള്ള ഒരു ആള്, എനിക്കത് ഭയങ്കര വിഷമമാണ് അതൊക്കെ കാണാൻ ജഗദീഷിന്. എനിക്ക് ജഗദീഷ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര അടിപൊളി തമാശ പറഞ്ഞതോ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഒക്കെ പോലത്തെ അവർ കുറച്ചൊരു ഹീറോയിസ് ഒക്കെ ഉള്ള റോളാണ് എനിക്ക് ജഗദീഷിന്റെ കൂടുതൽ കാണാനായിട്ട് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ അധികം റിപ്പീറ്റ് കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ കുറച്ച് രസകരമായിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, ചില തമാശ സീനുകളൊക്കെ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അടുത്ത സിനിമ PG വിശ്വംഭരൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഫസ്റ്റ് ബെൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൽ ജയറാമും ജഗദീഷും രണ്ടുപേരും തുല്യ നായകന്മാർ തന്നെയാണ്. അതില് ഒരു നാടക കമ്പനിയിലെ നാടകക്കാരായി ഇവർ രണ്ടുപേര്, രാജംബി ദേവാണ് അതില് നാടകക്കാരനായിട്ട് മുതലാളിയായിട്ട്, പിന്നെ സിദ്ദിഖൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരാണ് അതില് ത്രൂ ഔട്ട് പൂണ്ട് വിളയാടിയിരിക്കുന്നത്. പിന്നീട് ഇവര് ഈ നാടക കമ്പനി ചെറിയൊരു വഴിയിൽ ഇറക്കി വിടുന്നതോ അവിടെ ഇവര് വേറൊരു ഫാമിലിനെ പരിചയപ്പെടുന്നത്. ഇങ്ങോട്ട് കവിർ പൊന്നമ്മയാണ്. കവിർ പൊന്നമ്മയുടെ മകള് ഒരു മെന്റൽ ഹോസ്പിറ്റലില്. ഞാൻ അതിന്റെ കഥ എനിക്കൊരു വേഗമായിട്ടൊരു ഐഡിയ ഉള്ളൂ. ജയറാം ഒരാള് മാറി ഭ്രാന്തനാണെന്നും പറഞ്ഞ് ഋഷഭാവ ഡോക്ടറായ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നതും പിന്നീട് അവിടുത്തെ നഴ്സിനെ ജഗദീഷ് പ്രണയിക്കുന്നതൊക്കെയാണ്. ഗീതാ വിജയനാണ് നഴ്സിന്റെ വേഷമൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ബെന്നി പി നാരമ്പലാണ് അതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. കലു ഡെന്നീസ് ആണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള സിനിമയാണ്, അത് ഭയങ്കര ഹിറ്റായിട്ട് സിനിമയാണ്. ബെന്നി പി നാരമ്പലത്തിന്റെ ആദ്യത്തെ സിനിമയാണ്, അവിടെ നിന്നാണ് കഥ എഴുതി തുടങ്ങുന്നത്. പിന്നീട് നമുക്കറിയാം ബെന്നി പി നാരമ്പലം ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് ഹിറ്റ് സിനിമകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൈറ്ററാണ്. ഇതൊരു നാടക പശ്ചാത്തലമായതുകൊണ്ട് ബെന്നി പി നാരമ്പലവും ഒരു നാടകക്കാരനാണ്.
രാജൻ പി ദേവ് നാടകക്കാരനാണ്. അതുകൊണ്ടാണ് ആ നാടക പശ്ചാത്തലത്തിൽ ആ ഒരു കഥ പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അടുത്ത സിനിമ ജഗദീഷ് ചെറിയൊരു റോളേ ചെയ്തിട്ടുള്ളൂ, കൺഗ്രാജുലേഷൻസ് മിസ് അനിത മേനോൻ. അതിൽ സിദ്ദിഖാണ് നായകൻ, പിന്നെ സൈനുദ്ദീൻ, സായികുമാർ, തുളസിദാസിന്റെ സിനിമ നല്ല അത്യാവശ്യം ചെറിയ രീതിയിലൂടെ ഭയങ്കര, ഞാനത് കാസറ്റ് കണ്ടിട്ടുള്ള സിനിമയൊക്കെ, പക്ഷെ അങ്ങനെ ഭയങ്കര ഹിറ്റല്ല. അത് 92 ക്രിസ്മസിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ ജഗദീഷ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അതിൽ വരുന്നത്. ചെറിയൊരു കുറച്ചേ ഉള്ളൂ, നിങ്ങൾ സെക്കൻഡ് ഹാഫ് ആണെന്ന് തോന്നുന്നു, കുറച്ചേ ഉള്ളൂ അതിൽ. പക്ഷെ അങ്ങനെ ജഗദീഷിന്റെ ഒരു സിനിമ നമുക്ക് എന്തായാലും ആ ഒരു സിനിമയെ നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു സിദ്ദിഖ് സിനിമയാണ്. അപ്പൊ എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ 91 92 ഒരുപാട് സിനിമകൾ ജഗദീഷ് ചെയ്യുന്നു. അതിൽ നായകനാണ്, സോളോ ഹീറോ ആയിട്ടും കൂട്ടക്കളി, പിന്നെ ജഗദീഷ് സിദ്ദിഖ് കോംബോ, അതൊരു വല്ലാത്തൊരു കോംബോ തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇവർക്ക് വലിയൊരു മാർക്കറ്റും ഉണ്ടായിരുന്നു അന്ന്. കാരണം 94 എന്നൊക്കെ ഒരു വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് മലപ്പുറം ഹാജി എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് മുകേഷ് വേണ്ട ജഗദീഷ് മതി എന്ന് വരെ അന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞിരുന്ന സമയമുണ്ട്. പിന്നീട് 95 എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞു തുടങ്ങി. പിന്നെ നമുക്കറിയാം, പിന്നെ അവർ സിദ്ദിഖ് സോളോ നായക വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ജഗദീഷിനേതായ രീതിയിൽ ചെയ്തു. പക്ഷെ പിന്നീട് അവർ കാറ്റഗറിയിലോട്ടൊക്കെ മാറി. എങ്കിലും ഇതൊക്കെ ഒരു പ്രൈം ടൈം തന്നെയാണ്, ഒരു സുവർണ്ണകാലം തന്നെയാണ്. ഇന്നും എനിക്കൊക്കെ പേഴ്സണലി ഒരു ഉച്ചയ്ക്കൊക്കെ ഒരു ഊണൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഊണ് കഴിക്കുമ്പോഴൊക്കെ ടി വി ഒക്കെ ഓണാക്കിയാൽ പഴയ സിനിമകൾ, ഇവരുടെ സിനിമകൾ ഉണ്ടെങ്കിൽ ജഗദീഷിന്റെ സിദ്ദിഖിന്റെ, ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടും വന്നു കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ഒരു ടി വി എന്ന് വെച്ച് നോക്കുക, നമുക്ക് ജഗദീഷിന്റെയോ സിദ്ദിഖിന്റെയോ പഴയ മുകേഷ് ഇവരുടെയൊക്കെ ഏതെങ്കിലും 90കളുടെ സിനിമ ഉണ്ടോ, കുറച്ച് തമാശയൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ അതൊരു നൊസ്റ്റാൾജിയാണ്. 90s കിഡ്സിനാണ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഇത്രയും സിനിമകളാണ് ഇതിൽ. ഇനി ജഗദീഷിന് ഏതെങ്കിലും സിനിമകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചെറിയ വേഷങ്ങൾ വന്നുപോയ സിനിമകൾ ഉണ്ടാവാം. പ്രധാന വേഷങ്ങളുള്ള സിനിമകളാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളെന്നാരെങ്കിലും തിയേറ്ററിൽ പോയിട്ട് ഇത്തരം സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ കുണുക്കിട്ട കോഴിയാണ് അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത്, എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. വേറെ ഉണ്ടാവും, പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.